അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച തീരുമാനത്തിന് ഇറാന്റെ ശക്തമായ മറുപടി വന്നിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം എന്നാണ്. എന്നാൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത്തരം ഒരു നീക്കം ആരുമായി ഞങ്ങൾ ചർച്ച ചെയ്യുകയില്ല. കാരണം സമാധാനപരമായ ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്നത് ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെയും ഞങ്ങളുടെ ജനങ്ങളുടെയും ഇറാൻ എന്ന രാഷ്ട്രത്തിനുമുള്ള അവകാശമാണത്. അതിൽ ആരെയും കൈകടത്താൻ അനുവദിക്കുകയില്ല. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറല്ല എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഫോർദോയിലുള്ള ഇറാന്റെ ആണവ റിയാക്ടറിൽ യുറേനിയം ഇറാന് ലഭ്യമാകുന്ന രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാണ്. അതിന്റെ ചെറിയ കേടുപാടുകൾ ഒഴിവാക്കി അതിലേക്ക് കടന്നു ചെന്നാൽ ഇറാൻ അത് ലഭിക്കുമെന്നാണ്. പക്ഷെ അത്തരം ഒരു നീക്കം നടത്തിയാൽ ആക്രമിക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇതുവരെ ഇസ്രായേൽ ചിന്തിച്ചിട്ടില്ലാത്ത അതിശക്തമായ തിരിച്ചടിയാവും ഇനി ഉണ്ടാവുക എന്ന് ഇറാനും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇസ്രായേലിന്റെയും അമേരിക്കയുടെ മുന്നിലുള്ള ഒരു കീറാമുട്ടിയായി ഇറാൻ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്താനും കഴിയുന്നില്ല. അതേസമയം ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ ഭയപ്പെടുന്നുമില്ല. അതുപോലെ തന്നെ ഇറാൻ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഞങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കോ ആയുധങ്ങൾക്കോ കാര്യമായി കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഇനിയും ഇസ്രായേലുമായി 10 വർഷം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇറാന്റെ അടുക്കൽ ഉണ്ട് എന്നാണ്. ഈ ഒരു പ്രസ്താവന തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിക്കുന്നതാണ്. കാരണം 12 ദിവസത്തെ യുദ്ധം തന്നെ ഇസ്രായേലിന്റെ മരണമണി മുഴക്കി എന്നത് എല്ലാവർക്കും അറിയാം. വളരെ പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ തലസ്ഥാനമായി അവകാശപ്പെടാറുള്ള തെല്ലബീബിലുള്ള അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ് ഇറാന്റെ ഓരോ മിസൈലുകൾക്ക് മുന്നിൽ നിലംപതിച്ചിരിക്കുന്നത്. ഒരു മിസൈൽ ആക്രമണത്തിൽ തന്നെ 2-3 ബിൽഡിങ്ങുകൾ തകരുന്ന അതിശക്തമായ പ്രഹരശേഷിയുള്ള മിസൈലുകളാണ്, ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ രൂപത്തിൽ 2 മാസം തന്നെ യുദ്ധം മുന്നോട്ട് പോയാൽ ഏകദേശം ഗസക്ക് സമാനമായ സാഹചര്യം ഇസ്രായേലിന് ഉണ്ടാകുമെന്ന് ലോകം വിലയിരുത്തി തുടങ്ങി. നിലവിലെ സാഹചര്യത്തിൽ തെല്ലബീബിന്റെ പല ഭാഗങ്ങളും ഗസക്ക് സമാനമാണ് എന്ന് വീഡിയോ ചിത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്തായാലും ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്നതിൽ ആർക്കും സംശയമില്ല. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ള രാഷ്ട്രങ്ങളെയൊക്കെ ആണവ നിരായുധീകരണം നടത്താം. മാത്രമല്ല സമാധാനപരമായ ആണവ റിയാക്ടറുകൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. കാരണം അവരുടെ സുരക്ഷയ്ക്ക് അത് ഭീഷണിയാകുമോ എന്ന ഭയമാണ് ഇതിന് കാരണമെങ്കിൽ ഈ ഇസ്രായേൽ ലോകത്തിന് മുഴുവനും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകം ഭീഷണിയാണ് എന്നതിൽ സംശയമില്ല. പക്ഷെ ആ ഭീഷണിയെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ മറ്റു രാഷ്ട്രങ്ങൾക്കൊന്നും സ്വയം പ്രതിരോധ സംവിധാനങ്ങൾ വേണ്ട എന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യൂറോപ്പിന്റെയും തലതിരിഞ്ഞ നയങ്ങളാണ് ലോകത്ത് സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു സിറിയയിലും ലിബിയയിലും ഇറാഖിലും ഇങ്ങനെ തുടങ്ങി ഈ അടുത്ത കാലത്ത് നാം കണ്ട വലിയ യുദ്ധങ്ങളും. അതിനുവേണ്ടിയായിരുന്നു ഈ മുസ്ലിം രാഷ്ട്രങ്ങളിലെല്ലാം റിബൽ സഖ്യങ്ങൾക്കും സായുധ സംഘങ്ങൾക്കും ആയുധം നൽകി അവരെ തീവ്രവാദികളെന്ന് പേരിട്ട് അവരെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്ന അമേരിക്കയും യൂറോപ്പും ഈ രാഷ്ട്രങ്ങളിലുടനീളം എയർബേസുകളും സൈനിക സംവിധാനങ്ങളും സൈനിക താവളങ്ങളും നിർമ്മിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ യുദ്ധങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഇസ്രായേലിന് പ്രൊട്ടക്ഷൻ നൽകാൻ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വാഗ്ദത്ത ഭൂമി സ്ഥാപിച്ചെടുക്കാനുള്ള പദ്ധതികളായിരുന്നു ഈ പതിറ്റാണ്ടുകളോടെ നടന്ന കൂട്ടക്കൊലകൾക്കും അതുപോലെ തന്നെ യുദ്ധങ്ങൾക്കും പിന്നിലുള്ളത് എന്ന് ഇപ്പോൾ ആർക്കും വ്യക്തമാകുന്ന യാഥാർത്ഥ്യമാണ്.